ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ പ്രവചന ചോദ്യങ്ങളിലേക്ക്. പ്രവചന ചോദ്യം എന്ന് പറയുമ്പോൾ അത് തന്നെയാണോ ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ആ പാഠഭാഗങ്ങളായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതേ ഉത്തരം വരുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് കടന്നു വരാം. അതുകൊണ്ട് പ്രവചനം എന്ന് പറയുന്ന മേഖലയിൽ മാത്രം എന്ത് ചെയ്യരുത്, മക്കൾ നിന്നേക്കരുത്. പാഠഭാഗത്തിനെ ഫുള്ള് സെറ്റാക്കുന്ന നമ്മുടെ വീഡിയോസൊക്കെ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് മക്കൾ കണ്ടേക്കണം. അത് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ക്ലാസ്സിനകത്തേക്ക് നിൽക്കാം. ഓക്കെ, റെഡിയാണോ? മാതൃക പോലെ എഴുതുക എന്നുള്ള ഒരു ചോദ്യം, അത് ഈ രൂപത്തിൽ അല്ലെങ്കിൽ വേറെ രൂപത്തിൽ എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് കടന്നു വരാം. മാതൃക പോലെ എഴുതുക. തുളുമ്പി പോകാതെ എന്നൊരു സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. തുളുമ്പി അധികം പോകാതെ, ഇവിടെ എന്താ മാറ്റമുള്ളത് നമ്മൾ നോക്കുക. ആ മാറ്റം നമുക്ക് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇവിടെ പാ എന്ന് പറയുന്നത് ഇരട്ടിച്ചിട്ടാണ്, ഇവിടെ പാ എന്ന് പറയുന്നത് സിംഗിളാണ്, ഒറ്റ ഒന്നായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി വാഴപ്പോള നമുക്ക് അതുപോലെ തന്നെയാണ്. വാഴ, കോമ, പോള ഇരട്ടിച്ച സ്ഥാനത്തിന് ഒഴിവാക്കാം. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ അവിടെ എന്നുള്ളത് അവിടെ തന്നെയാണ്. ഇല്ല എന്നുള്ളത് എന്തായി മാറും, ഇല്ല എന്നായി മാറും. ഇത് രണ്ടും ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 മാർക്കാണ്. സെറ്റാണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് കൃഷി ചെയ്തു കഴിഞ്ഞല്ലേ, ചെയ്യുന്നതിന് മുമ്പ് വല്ലതും കൊടുത്തിരുന്നെങ്കിൽ? വേണ്ട, ഒന്നും സഹായിക്കാതിരുന്നാൽ മതിയായിരുന്നു. പരിഹാസത്തിനപ്പുറം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണോ മേൽ സൂചനയിലുള്ളത്? ഈ പാഠഭാഗത്ത് മുഴുവൻ മുന്നോട്ട് വെക്കുന്നത് കർഷകർക്ക് നേരെയുള്ള സർക്കാരിൻ്റെ അവഗണന തന്നെയാണ്. സമൂഹവും സർക്കാരും കർഷകരെ കാണുന്നതിൻ്റെ ആ ഒരു അവശത കൃത്യമായിട്ട് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഈ പാഠഭാഗത്ത് കാണിക്കുന്നുണ്ട്. ഇതിനകത്തുള്ള ഉത്തരത്തിനും അതേ പോയിന്റ് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കൊണ്ടുവന്നേക്കുക. സെറ്റാണല്ലോ? ദെൻ നെക്സ്റ്റ്, എണ്ണ നിറച്ച കരണ്ടി എന്ന പാഠഭാഗത്ത് എണ്ണയും കരണ്ടിയും പ്രതീകങ്ങളാണ്. എങ്ങനെയെല്ലാം വിശദീകരണ കുറിപ്പ് എഴുതുക. കരണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവും എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുമാണ്, അല്ലേ? സ്നേഹം, മനസ്സ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എണ്ണയെ അർത്തെടുക്കാം. ആ മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുപോകാൻ, മൂല്യങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണമെന്നുള്ള പ്രതീകമായിട്ട് പാഠഭാഗത്തെ ആശയവും കൂടി ഉൾപ്പെടുത്തി എന്ത് ചെയ്യുക, നിങ്ങൾ ഉത്തരം എഴുതിയേക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്ളാറ്റിലെ ബാൽക്കണി തുഞ്ചത്ത് കർക്കടകക്കാറ്റും മഴയും കൊടിച്ചുരുക്കി. ഗ്രാമ സംസ്കൃതിയിൽ നിന്ന് നഗര സംസ്കൃതിയിലേക്കുള്ള മാറ്റം അവതരിപ്പിക്കാൻ ഈ പ്രയോഗത്തിന് സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ഒരു കാലഘട്ടത്തിൽ ഗ്രാമ സംസ്കാരത്തിലായിരുന്നു നമ്മുടെ കേരളം ഉണ്ടായിരുന്നത്. അന്ന് ഒരുപാട് പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ മുഴുവൻ വീടുകൾ ഉണ്ടായിരുന്നു. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാമായിരുന്നു. ഓണാഘോഷം എന്ന് പറയുന്നത് നാടിൻ്റെ ഉത്സവം തന്നെയായി മാറിയിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറി ഇന്ന് ഫ്ലാറ്റ് സംസ്കാരത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ സംഭവിച്ച അകൽച്ച, നമ്മൾ അടുത്തു കഴിഞ്ഞു പക്ഷേ മനസ്സുകൊണ്ട് ഒരുപാട് അകന്നു കഴിഞ്ഞു എന്ന ആശയത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉപന്യാസത്തിനുള്ള സാധ്യത വരുന്ന ചോദ്യമാണ് ഈ ചോദ്യം. സെറ്റാക്കി വെച്ചോളുക മക്കളെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിനാണ് ഞങ്ങളെ നിയമിച്ചിരിക്കുന്നത്. 1ഉം 2ഉമല്ല, രൂപ 5000 വീതമാണ് ഗവൺമെന്റിന് ചെലവ്. തനിക്കറിയാമോ? മാർക്കോസ് ചേട്ടൻ ചോദിച്ചു, ഏതിന്? ഒരു വാഴ വെട്ടാനോ? നിയമം നടപ്പിലാക്കുന്നവരും നിരാലംബനായ കർഷകനും തമ്മിലുള്ള വാദപ്രതിവാദമായി ഇതിനെ കാണാൻ കഴിയുമോ? കുറിപ്പ് തയ്യാറാക്കുക. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഇത് അതിന് മാത്രം, ഒരു കർഷകനും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള മാത്രമല്ല, പലപ്പോഴും നിയമങ്ങളൊക്കെ നടപ്പിലാക്കപ്പെടുന്നതും അല്ലെങ്കിൽ പല നിയമങ്ങളും നടപ്പിലാക്കപ്പെടുമ്പോൾ അതിൻ്റെ ഇരകളായി തീരുന്നതും ആര് മാത്രമാണ്? സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മാത്രമാണ് എന്ന സന്ദേശത്തെ വിപുലമായിട്ട് എഴുതുന്ന രൂപത്തിലായിരിക്കണം നിങ്ങളുടെ ഉത്തരം വരേണ്ടത്. സെറ്റാണല്ലോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കർഷകന്റെ മുഖത്തെ പ്രസന്നത അന്വേഷിക്കാൻ കേരളത്തിന് നേരമില്ല. അവ ശക്തി എരിഞ്ഞടങ്ങിയ ബാറ്ററികൾ പോലെ നിലകൊള്ളുന്നു. മാർക്കോസ് ചേട്ടൻ എന്ന കർഷകന്റെ സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. മാർക്കോസ് ചേട്ടൻ കർഷകനായിരുന്നു. അദ്ദേഹത്തിന് കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാമായിരുന്നു. അനുഭവജ്ഞാനം കൊണ്ട് അറിവ് നേടിയ ആളായിരുന്നു. ഇങ്ങനെ തൻ്റെ കൃഷി ഉൽപ്പന്നങ്ങളായിട്ടുള്ള വാഴകളെ തൻ്റെ സ്വന്തം മക്കളെ പോലെ തന്നെയായിരുന്നു ആര് കണ്ടിരുന്നത്? മാർക്കോസ് ചേട്ടൻ. അതിന് വെട്ടിക്കളയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സാധിക്കാതെ വരുന്നത്. ഇങ്ങനെയുള്ള പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരം 6 മാർക്കിന് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് കടന്നു വരും. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക മാർക്കോസ് ചേട്ടൻ. മക്കളെ സെറ്റാക്കി വെച്ചോ. ഓക്കെ, ദെൻ നെക്സ്റ്റ്. ഭൂമിയിലും നിങ്ങൾ തളിർക്കും, ആകാശത്തിലും വേര് പടരും. വേരും തളിരും, PK പാറക്കടവ്. ജീവിതം ഭൂമിയിൽ തളിർക്കുക എന്ന പ്രയോഗം പ്രത്യാശയെ സൂചിപ്പിക്കുന്നതാണോ? തീർച്ചയായിട്ടും.
നമ്മൾ ഭൂമിയിൽ നല്ല ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് PK പാറക്കടവ് മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ വന്ന വഴികൾ എന്ത് ചെയ്യാതിരിക്കുക, മറക്കാതിരിക്കുക. സ്വപ്നം നമ്മൾ എന്ത് ചെയ്യുക, ആകാശത്തോളം കാണുക. ആകാശത്തോളം സ്വപ്നം കാണുമ്പോൾ നമ്മൾക്ക് വെള്ളവും വളവും തന്ന വേരുകളെ, നമ്മുടെ മുൻ തലമുറക്കാരെ മറന്നു പോകാതിരിക്കുക എന്ന സന്ദേശം, അത് ജീവിതത്തിൽ ഭൂമിയിലും വിജയിക്കാനും ഉയരങ്ങളിലേക്ക് എത്താനും നമ്മളെ സാധിക്കുമെന്ന് എന്ത് ചെയ്യപ്പെടുന്നു, ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നു. ദെൻ നെക്സ്റ്റ്, ഓണവും പൂവും മറന്ന മലയാള നാടിങ് കിന്ന ഞാൻ നോക്കി നിൽപ്പൂ ഖിന്ന, ദുഃഖിത എന്നാണ് അർത്ഥം. കവിയത്രിയുടെ ദുഃഖം ഇന്ന് മലയാളിയുടെ ദുഃഖങ്ങളായി മാറുന്നുണ്ടോ? നമ്മുടെ സംസ്കാരം മാറി, നമ്മുടെ സന്തോഷങ്ങൾ മാറി, നമ്മുടെ ഓണാഘോഷങ്ങൾ മാറി. അങ്ങനെ കേരളത്തിൻ്റെതായിട്ടുള്ള എല്ലാ സംസ്കൃതികളും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഒരു കാലഘട്ടത്തിലെ നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ എല്ലാം മാറിയിട്ട് പുതിയ തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട മൂല്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ഉപന്യാസമാണ് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് ചോദിക്കുക, മനസ്സിനകത്ത് സെറ്റാക്കി വെച്ചേക്കുക. ഓക്കെ മക്കളെ, ഇത്രയും ചോദ്യങ്ങളാണ് പ്രഡിക്ഷൻ സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. കൃത്യമായിട്ട് ഈ പോയിന്റുകൾ പഠിച്ചിട്ട് നാളത്തെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്തോളൂ, നിങ്ങൾ തയ്യാറെടുത്തോളൂ. ഓക്കെ, സെറ്റല്ലേ? താങ്ക് യു.